BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. പാതിവില്ല തട്ടിപ്പിൽ നഷ്ടമായ പണം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുകയാണ് പരാതിക്കാർ. മൂവാറ്റുപുഴ, കോതമംഗലം, പറവൂർ അടക്കമുള്ള പ്രദേശങ്ങളിലാണ് പണം നഷ്ടമായവരുടെ നെട്ടോട്ടം. തട്ടിപ്പ് നടത്തിയ അനന്തു കൃഷ്ണനും സംഘത്തിനുമെതിരായ നിയമ നടപടികളിലുപരി ഏതുവിധേനയും തങ്ങൾക്ക് നഷ്ടമായ പണം തിരികെ വാങ്ങി നൽകണമെന്ന ആവശ്യവുമായാണ് ഇവരെത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ഓളം പേരിൽ നിന്ന് 25 കോടിയോളം രൂപ തട്ടിയതായാണ് പോലീസിന്റെ നിഗമനം. അനന്തു കൃഷ്ണനും സംഘവും നടത്തുന്നത് തട്ടിപ്പാണെന്ന് കൃത്യമായി സൂചിപ്പിച്ച് പോലീസിന് പരാതി ലഭിക്കുന്നത് 3 മാസം മുൻപാണ്. മൂവാറ്റുപുഴയ്ക്കടുത്ത പായിപ്ര സ്വദേശിനിയായിരുന്നു പരാതിക്കാരി. എന്നാൽ ഈ പരാതിയുടെ തുടരന്വേഷണത്തിൽ പോലീസ് കടുത്ത വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. തുടർന്നാണ് സീഡ് സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയിരുന്ന മുൻ നഗരസഭാ കൗൺസിലർ പോലീസിൽ പരാതി നൽകിയത്. പണമടച്ചവർക്ക് സാമഗ്രികൾ ലഭിക്കാതായതോടെ ആളുകൾ ഇവരെ തേടിയെത്തിയതിനെ തുടർന്നായിരുന്നു പരാതി. എന്നാൽ ഈ പരാതിയും ആദ്യം തണുപ്പൻ മട്ടിലായിരുന്നെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ജനപ്രതിനിധികളടക്കമുള്ള ഉന്നതരുമായുള്ള അനന്തുവിന്റെ ബന്ധമായിരുന്നു കാരണം. തുടർന്ന് പരാതിയിൽ നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഉദ്യോഗസ്ഥർ ഉണർന്നത്. പിന്നാലെയാണ് അനന്തു കൃഷ്ണൻ പിടിയിലായത്. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളാണ് വെളിച്ചത്ത് വന്നത്. തട്ടിപ്പിന് കളമൊരുക്കാൻ അനന്തു കൃഷ്ണൻ സ്ഥാപിച്ച സീഡ് സൊസൈറ്റികളുടെ പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ചവരാണ് വെട്ടിലായത്. ഇവരാണ് ഗുണഭോക്താക്കളെ ചേർത്ത് ഇതിനാവശ്യമായ രേഖകൾ ശരിയാക്കിയിരുന്നത്. ഇവർക്ക് ശമ്പളവും കമ്മീഷനുമൊക്കെ നൽകിയിരുന്നുവെന്നാണ് അനന്തു പോലീസിന് നൽകിയ മൊഴി. ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കിയിരുന്ന പലവിധ ചാർജുകളാണ് ഇതിനായി വിനിയോഗിച്ചിരുന്നത്. എന്നാൽ തട്ടിപ്പ് പുറത്തുവന്നതോടെ പണം നഷ്ടമായവർ പ്രൊമോട്ടർമാരെ തേടി ചെല്ലുകയാണ്. പലയിടങ്ങളിലും ഇവർ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയ വാർത്തകളുമുണ്ട്. നിലവിലുള്ള തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികൾ, മുൻ ജനപ്രതിനിധികൾ, റിട്ടയർഡ് സർക്കാർ ജീവനക്കാർ അടക്കമുള്ളവർ ഇതിന്റെ പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ചിരുന്നു. അനന്തകൃഷ്ണൻ പിടിയിലായതോടെ പാതിവില പരിപാടികൾ ഇടനിലക്കാരായ NGO പ്രതിസന്ധിയിൽ. പലയിടങ്ങളിലും പണം നഷ്ടമായ ഗുണഭോക്താക്കൾ NGO ഓഫീസുകളിലെത്തി ബഹളമുണ്ടാക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരം NGOകളും പോലീസിൽ പരാതി നൽകിയത്. ഇടനിലക്കാരായ ഭൂരിഭാഗവും സംഘപരിവാർ ബന്ധമുള്ള NGOകളാണ്. അനന്തുവിനെ വിശ്വസിച്ച പദ്ധതിയിൽ വലിയ രീതിയിൽ ഗുണഭോക്താക്കളെ ചേർത്ത NGOകളാണ് പെട്ടിരിക്കുന്നത്. എന്നാൽ 130 പേരിൽ നിന്ന് പണം സ്വീകരിച്ച് ഇടനിലക്കാരായ മുഴുവന്നൂർ വാര്യർ ഫൗണ്ടേഷൻ ഗുണഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ തീരുമാനിച്ചു. അടച്ച പണത്തിന് 25% ഈ ആഴ്ച തന്നെ മടക്കി നൽകുമെന്നും ഫൗണ്ടേഷൻ ട്രസ്റ്റി AS മാധവൻ അറിയിച്ചു. കുന്നത്തുനാട് പഞ്ചായത്ത് 15-ാം വാർഡ് പിണർമുണ്ട സൂര്യനെല്ലി മുരിയങ്കര പാടശേഖരത്തിന് സമീപം ആശുപത്രി മാലിന്യം ഉൾപ്പെടെയുള്ളവ വൻതോതിൽ തള്ളുന്നതായി പരാതി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവയും തള്ളുന്നതിനാൽ ദുർഗന്ധം രൂക്ഷമാണ്. പ്രദേശവാസികൾ ഒട്ടേറെ പ്രാവശ്യം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ പോലീസ്, പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. കടമ്പ്രയാറിനോട് ചേർന്ന പാടശേഖരമായതിനാൽ മാലിന്യം വെള്ളത്തിലേക്ക് കലരാനും സാധ്യതയേറെയാണ്. ആശുപത്രി മാലിന്യങ്ങളിൽ നിന്ന് രോഗബാധ ഉൾപ്പെടെ പേടിച്ചാണ് നാട്ടുകാർ കഴിയുന്നത്. ബ്രഹ്മപുരത്തേക്ക് എത്തിക്കുന്ന മാലിന്യങ്ങളാണ് ഇതിന് സമീപമുള്ള പാടശേഖരത്തിലേക്ക് തള്ളുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത്തരത്തിൽ പാടം നികത്തലാണ് സ്ഥലം ഉടമയുടെ ലക്ഷ്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാലിന്യത്തിന് മീതെ ഇടയ്ക്കിടെ മണ്ണിട്ട് മൂടുന്നതും പതിവാണ്. ഇതോടെ പാടവും നികത്തുന്നതാണ് മാഫിയക്കാരുടെ പരാതി. മാലിന്യം തള്ളിയ വാഹനങ്ങൾ പോലീസ് പിടിച്ചെടുക്കുമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മഴ പെയ്യുമ്പോൾ മാലിന്യങ്ങളെല്ലാം സമീപത്തെ കിണറുകളിൽ ഒലിച്ചിറങ്ങി പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയും ഏറെയാണ്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന്റെ ഡിക്കിയിൽ കിടന്ന് ആഡംബര കാറിന്റെ റീൽസ് ചിത്രീകരിച്ച യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് സംഭവം. കാർ ഓടിച്ചിരുന്ന അമൽദേവിന്റെ ലൈസൻസാണ് എറണാകുളം RTO സസ്പെൻഡ് ചെയ്തത്. വെള്ളിയാഴ്ച രാവിലെ റോഡ് ടെസ്റ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിനിടെ അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VI അസിമിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഓടുന്ന കാറിന്റെ ഡിക്കിയിൽ ഇരുന്ന് 2 ചെറുപ്പക്കാർ തൂങ്ങിക്കിടന്ന് റീൽസ് ചിത്രീകരിക്കുന്നത് ഫോണിൽ പകർത്തിയ MVI വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാർ ഉടമയെ കണ്ടെത്തി RTO ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ആഡംബര കാറുകളുടെ റീൽസ് ഷൂട്ട് ചെയ്യാൻ പഠിപ്പിക്കുന്ന 8-അംഗ സംഘമായിരുന്നു അവിടെ ഉണ്ടായിരുന്നെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. വീഡിയോ പരിശോധിച്ച RTO ജെർസൺ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച കുറ്റത്തിന് യുവാവിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസിൽ പങ്കെടുക്കാനും നിർദ്ദേശിച്ചു.
ഉയരമോ ജലലഭ്യതയോ പ്രശ്നമല്ല. ബഹുനില കെട്ടിടങ്ങൾക്ക് മുകളിൽ അഗ്നിബാധയുണ്ടായാൽ അണയ്ക്കാൻ ആധുനിക ഡ്രോൺ സംവിധാനം തയ്യാറെന്ന് വിദ്യാർത്ഥികൾ. ഉയരങ്ങളിൽ ഡ്രോൺ പറത്തി അഗ്നിബാധ ക്യാമറ സെൻസർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് തീയണയ്ക്കുന്ന ഉപകരണമാണ് തൃക്കാക്കര ഗവൺമെന്റ് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചത്. വെള്ളത്തിന് പകരം ഫയർ എക്സ്ക്യൂഷൻ ബോളുകളാണ് തീയണയ്ക്കാൻ ഉപയോഗിക്കുന്നത്. തീയണയ്ക്കാൻ വലിയ ഉയരത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നത് പലപ്പോഴും കഠിനമാണ്. ഇത് മറികടക്കാൻ ഈ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ സാധിക്കുമെന്ന് ഉപകരണം വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അതീബ് സാഹിർ പറഞ്ഞു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സൽമാൻ ഫാരിസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളായ മുഹമ്മദ് റാഷിഖ്, ജഗന്നാഥ് എന്നിവരും ഉൾപ്പെടുന്ന സംഘമാണ് ഇത് രൂപപ്പെടുത്തിയത്. കോളേജിൽ നടന്ന എക്സിബിഷൻ 2024 മികച്ച ഇന്നൊവേഷനുള്ള പുരസ്കാരവും ഇതിലൂടെ വിദ്യാർത്ഥികൾ നേടി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.